20 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2005 ഓഗസ്റ്റ് 4 തീയതി, മമതാ ബാനർജി പാർലമെൻറ്റിനുള്ളിൽ പൊട്ടിക്കരഞ്ഞു. എന്തിനാണ് പൊട്ടിക്കരഞ്ഞതെന്നല്ലേ? തൻ്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് മമതാ ബാനർജി പൊട്ടിക്കരഞ്ഞത്. അന്ന് മമതാ ബാനർജി ഉയർത്തിയ ആവശ്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നം സഭയിൽ ഉയർത്താൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ അനധികൃതമായിട്ട് കുടിയേറി പാർത്തവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു, അവരവിടെ സ്ഥാനങ്ങൾ ലഭിക്കുന്നു, അവർക്ക് ഈ വോട്ടർ പട്ടികയിൽ സ്ഥാനം ലഭിക്കുന്നു എന്നുള്ളതായിരുന്നു മമതാ ബാനർജിയുടെ വലിയ പരാതി. അത് അവിടെ സംസ്ഥാനം ഭരിച്ചിരുന്നത് ഇടതുപക്ഷമായിരുന്നു. സംസ്ഥാന സർക്കാർ ഇതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് മമതാ ബാനർജി കുറ്റപ്പെടുത്തി. മമതാ ബാനർജി എന്ന പാർലമെൻറ്റ് മെമ്പറാണ്. ഇത് ചർച്ച ചെയ്യണമെന്നാണ് മമതാ ബാനർജി പാർലമെൻറ്റിൽ ഉന്നയിച്ച ആവശ്യം. അടിയന്തര പ്രമേയത്തിന് അതിനു വേണ്ടിയിട്ട് നോട്ടീസ് നൽകി. അന്ന് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ചരൺജിത്ത് സിംഗ് അത്വാളിനാണ് നോട്ടീസ് നൽകിയത്. അപ്പോൾ അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സമയമാണ്. ആ കാലഘട്ടത്തിൽ മമതാ ബാനർജി, അതായത് ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ മമതാ ബാനർജി ഈ നോട്ടീസ് കൊടുക്കുന്നത് എന്ത് ചെയ്താൽ, ഈ നോട്ടീസ് അടിയന്തര പ്രമേയ ആവശ്യം തള്ളി. ഇത് ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള എൻ്റെ അപേക്ഷയാണ്, അതിനെയാണ് നിരസിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി വന്ന് വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചു. അവർ പ്രതിപക്ഷ അംഗങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ അംഗങ്ങളുമായിട്ട് വാദപ്രതിവാദത്തിലേക്ക് ഏർപ്പെട്ടു. മമത എന്നിട്ട് നേരെ നടുത്തളത്തിലേക്ക് പോയി. പാർലമെൻറ്റിൻ്റെ നടുത്തളത്തിൽ, ലോക്സഭയുടെ നടുത്തളത്തിലേക്ക് ചെല്ലുന്നു. അവിടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പറുകൾ ഡെപ്യൂട്ടി സ്പീക്കറുടെ ചെയറിൽ നിന്ന് നേരെ വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങി സീറ്റിലേക്ക് വന്ന മമതാ ബാനർജി സീറ്റിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അന്ന് സമാജ്വാദി പാർട്ടിയുടെ അംഗമായ ജയപ്രദ ഓടി വന്നു മമതയെ ആശ്വസിപ്പിക്കാനായിട്ട്. ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നില്ല, അവിടെ വലിയ പ്രശ്നം നടക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ വോട്ടർ പട്ടികയിൽ സ്ഥാനം നേടുന്നു എന്നുള്ളതായിരുന്നു മമതാ ബാനർജി ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. സ്പീക്കർ രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുകയാണെന്നാണ് മമത അന്ന് ആരോപിച്ചത്. ആ പ്രശ്നം അവിടെ മമത ഉയർത്താനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, മമതയ്ക്ക് അന്ന് അവിടെ ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തിനെ പുറത്താക്കി മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാനുള്ള അതിയായ മോഹത്തിൽ നടക്കുകയാണ്. ആ മോഹത്തിന് ഭംഗം വരുത്തുകയായിരുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർ. അന്ന് ആ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ പിന്തുണച്ച് അവരെ വോട്ടർ പട്ടികയിൽ ചേർത്ത് അവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ നൽകി ആ വോട്ടിൻ്റെ ബലത്തിൽ അധികാരത്തിലിരുന്നത് ഇടതുപക്ഷമാണ്. നീണ്ട കാലം, 3 പതിറ്റാണ്ടിലേറെ, 3.5 പതിറ്റാണ്ടോളം കാലം പശ്ചിമ ബംഗാളിനെ ഭരിച്ച് ഇല്ലാതാക്കിയ ഇടതുപക്ഷത്തിൻ്റെ മറ്റൊരു പണി എന്ന് പറയുന്നത്, അന്ന് അധികാരത്തിൽ നിലനിൽക്കാനുള്ള പണി എന്ന് പറയുന്നത് ഈ അനധികൃത കുടിയേറ്റക്കാരുടെ വോട്ടായിരുന്നു. അതായിരുന്നു അവരെ അധികാരത്തിൽ നിലനിർത്തിയിരുന്നത്. പിന്നാലെ എന്തായാലും മമതാ ബാനർജി രാജിവെച്ചു. അന്ന് രാജിക്കത്ത് എഴുതി നൽകി. പക്ഷേ രാജിക്കത്ത് തള്ളിപ്പോയി. കാരണം ആ രാജിക്കത്ത് മനഃപൂർവ്വമായിട്ട് കൊടുത്തതാണ്. അങ്ങനെ, അതായത് ഡെപ്യൂട്ടി സ്പീക്കറെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു രാജിക്കത്ത് എഴുതി നൽകിയത്. കാരണം സ്പീക്കർക്കാണ് ഈ പറയുന്ന രാജിക്കത്ത് ആരെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളത് സ്പീക്കറെ അഡ്രസ്സ് ചെയ്താണ് എഴുതിയിരുന്നത്. അന്ന് അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയുടെ രാജി തള്ളുകയാണ് ഉണ്ടായത്. എന്തായാലും മമതാ ബാനർജി അതിനുശേഷം ഈ ബംഗ്ലാദേശിലെ കുടിയേറ്റക്കാരുടെ പ്രിയപ്പെട്ട ആളായി മാറുന്നു. അവരുടെ വോട്ടുകൾ സമാഹരിച്ചെടുക്കുന്നു. ഇലക്ഷനിൽ നിന്ന് അധികാരത്തിലേക്ക് എത്തുന്നു. അധികാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ വലിയ തോതിൽ മമതാ ബാനർജി ഇവർക്ക് എല്ലാം പിടിച്ച് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നു. അങ്ങനെ അധികാര തുടർച്ച നേടുന്നു. നിരന്തരമായി പശ്ചിമ ബംഗാളിൻ്റെ ഡെമോഗ്രാഫിക് ഗ്രാഫിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പശ്ചിമ ബംഗാളിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. കോടികളോളം ആൾക്കാരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവർ വന്നിട്ട് സർക്കാരിൻ്റെ ഭൂമിയൊക്കെയാണ് കയ്യേറുന്നത്. സർക്കാരിൻ്റെ ഭൂമി, പുറമ്പോക്ക്, വനപ്രദേശം, റെയിൽവേ മണ്ണൊക്കെ ഇട്ട് നിരപ്പാക്കി ഉയർത്തി വെച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ മൊത്തം ഇവർ കൊണ്ടുവന്നങ്ങ് കുടിൽ കെട്ടി അങ്ങ് താമസിക്കും. ഇത് അവിടുത്തെ സാധാരണക്കാരെ, തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ ഒരു ദിവസം ഉണർന്ന് വീടിൻ്റെ മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ തങ്ങളുടെ കൃഷി ചെയ്തിരുന്ന കൃഷിഭൂമിയിൽ നിറയെ കുടിലുകൾ. ഇതെങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? നോക്കുമ്പോൾ ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണ്. ഇവരവിടെ കുടിയേറി താമസിക്കുകയാണ്. ഇവരെ സംരക്ഷിക്കാനായിട്ട് മമതയുടെ ഗുണ്ടകൾ, ആദ്യം CPMൻ്റെ ഗുണ്ടയായിരുന്നെങ്കിൽ പിന്നെ മമതയുടെ ഗുണ്ടകളാണ് അവിടെ വിലസുന്നത്. അവർ തങ്ങളുടെ അധികാരം പിടിച്ചെടുത്ത് അവരെ ഈ പറയുന്ന വിദേശികളായിട്ടുള്ള ആൾക്കാർക്ക് കാവൽ നിന്ന് തദ്ദേശീയർക്ക് നേരെ ആയുധങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തിയേക്കുക.
അപ്പോൾ CPM-ഉം മമതാ ബാനർജിയുടെ പാർട്ടി, ഇപ്പോൾ CPM ആദ്യമെങ്കിൽ പിന്നെ മമതാ ബാനർജിയുടെ പാർട്ടി ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നതോടുകൂടി തന്നെ ഇവർ അവിടെ ആധിപത്യം നേടുന്നു. എന്നിട്ട് തദ്ദേശീയരായ ആൾക്കാരെ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി അവിടെ വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ വോട്ടിൻ്റെ കൊള്ളയടി, അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ വോട്ട് ചോരി, ആ വോട്ട് ചോരി ഉപയോഗിച്ചുകൊണ്ട് അവിടെ അധികാരത്തിൽ തുടരുകയാണ് മമത ചെയ്തു വരുന്നിരുന്ന കാര്യം. അതിനെ ഒരു തടയിട്ടുകൊണ്ടാണ് SIR വരുന്നത്, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. ഇത് വന്നതോടുകൂടി തന്നെ ഈ ബംഗ്ലാദേശികൾ കൂട്ടം കൂട്ടമായി പശ്ചിമ ബംഗാൾ വിട്ട് ഓടുകയാണ്. ഇന്ന് നമുക്ക് പശ്ചിമ ബംഗാളിലെ മധ്യം ഗ്രാം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമുണ്ട്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ഹോണ്ടഡ് പ്ലേസ് പോലെ കിടക്കുകയാണ്. നമുക്കറിയാമല്ലോ, ചെർണോബിൽ ദുരന്തം കഴിഞ്ഞിട്ട് ആ പ്രദേശം, ചെർണോബിൽ എന്ന് പറയുന്ന നഗരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആണവ ദുരന്തം കഴിഞ്ഞ സ്ഥലമാണ്. അതൊരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ട് കിടക്കുകയാണ്. അണുവീകരണം കൊണ്ട് അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നു. അവിടുത്തെ ആൾക്കാർക്ക് അങ്ങോട്ട് പോകുന്നതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങനെ ഹോണ്ടഡ് ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ അവിടെയുണ്ട്. അങ്ങനെ ആ രീതിയിൽ കിടക്കുന്ന ആ പ്രദേശം പോലെ പശ്ചിമ ബംഗാളിലെ ഒരു ഗ്രാമമാകെ തന്നെ ഹോണ്ടഡ് പ്ലേസ് ആയിട്ട്, അതായത് ഒരു ഭൂതം ബാധിച്ച ഇല്ലെങ്കിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമമായിട്ട് മാറിയിരിക്കുന്നു. 100-ലേറെ കുടുംബങ്ങൾ അനധികൃതമായി താമസിച്ചിരുന്നവർ SIR വരുന്നത് കൊണ്ട്, അവർക്ക് പൗരത്വം ഇല്ലാത്തത് കൊണ്ട് അവർ പശ്ചിമ ബംഗാൾ വിട്ട് ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നമുക്കതിൻ്റെ വീഡിയോകൾ ബംഗ്ലാദേശ് മൈഗ്രൻസ് റിട്ടേണിംഗ് എന്നുള്ള അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അതുപോലെ തന്നെ മമതാ ബാനർജി ക്രൈയിങ് ഇൻ പാർലമെൻറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ അതും നമുക്ക് കാണാൻ കഴിയും. 2005 മമതാ ബാനർജി പാർലമെൻറ്റിൽ പൊട്ടിക്കരഞ്ഞത്. ഇന്നും മമതാ ബാനർജി പൊട്ടിക്കരയുകയാണ്. അത് അന്ന് ബംഗ്ലാദേശികൾ വന്നതുകൊണ്ടാണ് പൊട്ടിക്കരഞ്ഞതെങ്കിൽ ഇന്ന് ബംഗ്ലാദേശികൾ ഇവിടുന്ന് പോകുമ്പോഴാണ് മമതാ ബാനർജി പൊട്ടിക്കരയുന്നത്. തനിക്ക് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്നുള്ളത് കൊണ്ട്. രാജ്യം എങ്ങനെ നശിച്ചാലും വേണ്ടില്ല, തൻ്റെ അധികാരം മാത്രം നിലനിൽക്കണം, തനിക്ക് സുഖിക്കണം, തൻ്റെ കസേര ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന ദുർവാശി രാജ്യത്തെ നശിപ്പിച്ചും ബംഗ്ലാദേശികൾ കുടിയേറി പാർത്ത് ഇവിടുത്തെ പോപ്പുലേഷനെയും ഇവിടുത്തെ ജനസംഖ്യയും മൊത്തം അട്ടിമറിച്ച് സാധാരണക്കാരെ മൊത്തം കൊള്ളയടിച്ച് സാധാരണക്കാരൻ്റെ വീടും പറമ്പും എല്ലാം കയ്യേറി താമസിച്ച് വന്നിരുന്ന ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ നിലനിന്നാലും വേണ്ടില്ല, എനിക്ക് അധികാരത്തിൽ തുടരണമെന്നുള്ള മമതയുടെ ദുർവാശി അത് നടക്കാതെ വരുമ്പോൾ വീണ്ടും മമതാ ബാനർജി പൊട്ടിക്കരയുകയാണ്. ഇവിടെ മാധ്യമം ഗ്രാം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ആൾക്കാർ കൂട്ടം കൂട്ടമായിട്ട് ബംഗ്ലാദേശി ബോർഡർ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നവർ തിരിച്ചു പോകുന്ന കാഴ്ച നിങ്ങൾക്ക് യൂട്യൂബിലും ഒക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാം. അവർ SIR വരുന്നത് കൊണ്ടാണ്, പൗരന്മാരല്ല എന്നവർ തെളിയിക്കപ്പെടും. നാളെ ഇതിന് പിന്നാലെ കൃത്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. മമതാ ബാനർജി ആകെ അങ്കലാപ്പിലാണ് എന്നുള്ളതാണ്. ആ മമതാ ബാനർജി വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SIR നടപ്പിലാക്കുന്നതിൻ്റെ ലക്ഷണമാണ്. അന്ന് ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട മമതാ ബാനർജി ഇന്ന് അവരെ സംരക്ഷിക്കുമ്പോൾ വിധി, രാജ്യത്തിൻ്റെ വിധി എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഇവിടെ നിലനിർത്തുകയല്ല, ഇവിടുത്തെ പൗരന്മാർക്കാണ് ഇവിടെ അവകാശമുള്ളത്. അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ പുറത്താക്കും എന്നുള്ളതിലേക്ക് രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നു. SIR നടപ്പിലാക്കുന്നു. മമത അധികാരത്തിൽ നിന്ന് പുറത്താകാൻ യാതൊരു താമസവുമില്ല. ഈ കുടിയേറ്റക്കാരെല്ലാം തന്നെ അധികം വൈകാതെ പൂർണ്ണമായി തന്നെ ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെടും. ഇല്ലാത്തവർ ജയിലിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇവരെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്നത്. പശ്ചിമ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ കാണാനുള്ള കാഴ്ചയാണ്. പണ്ട് പലരുടെയും വീടുകൾ, സ്വന്തം അവിടുത്തെ നേറ്റീവ്സ് ആയിരുന്ന ആൾക്കാരുടെ വീടുകളുണ്ടായിരുന്നു. അവിടെ വാടകയ്ക്ക് വന്ന് ഇവർ താമസിക്കും. ആദ്യം ഒരു കുടുംബമായിരിക്കും വരുന്നത്, പിന്നാലെ ഒരു പട തന്നെ വരും. എന്നിട്ട് അവസാനം ഈ ഓണറെ ഇവിടുന്ന് അടിച്ചിറക്കിയിട്ട് ഇവർ ആ വീടുകളൊക്കെ കയ്യേറുന്ന അവസ്ഥ ഇത് പശ്ചിമ ബംഗാളിൽ നിരന്തരമായി കണ്ടുവന്ന കാഴ്ചയാണ്. അങ്ങനെ മറ്റു നഗരങ്ങളിലേക്ക് അവിടുത്തെ സ്വന്തം ആൾക്കാർ പലായനം ചെയ്തു പോയിട്ടുണ്ട്. ഹൈദരാബാദിലേക്കും ഒറീസയിലേക്കും ഡൽഹിയിലേക്കും റാഞ്ചിയിലേക്കും ഒക്കെ പലായനം ചെയ്തു പോയവർ ഇപ്പോൾ തിരിച്ചു വരികയാണ്. അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വരികയും കുടിയേറ്റക്കാർ ബംഗ്ലാദേശ് വിട്ടുപോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് പശ്ചിമ ബംഗാളിൽ കാണുന്നത്. മമതയുടെ അധികാരത്തിൻ്റെ അന്ത്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.